ഭയന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിവാഹ ജീവിതത്തിലാണ് സ്ഥാനമുള്ളത്, വിവാഹ ജീവിതത്തിലാണ് സന്തോഷമുള്ളത്, വിവാഹ ജീവിതത്തിലാണ് ആനന്ദമുള്ളത്. മരിച്ചാലും നിന്റെ ഭർത്താവിനെ മറക്കാൻ നിനക്ക് കഴിയില്ല, മരിച്ചാലും നിന്റെ ഭാര്യയെ മറക്കാൻ കഴിയില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണപ്പെട്ടു. മയ്യത്ത് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ടവരെ ജന്നത്തുൽ ബഖീയിൽ കൊണ്ട് ഖബറടക്കി. എല്ലാവരും പിരിഞ്ഞുപോയി. അലിയാരി തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. കിടന്നിട്ടുറക്കം വരുന്നില്ല. പാതിരാത്രി ആരും കാണാതെ എഴുന്നേറ്റ് തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് അലിയാരി തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈക യാ ഫാത്തിമ, അസ്സലാമു അലൈക യാ ഫാത്തിമ. തന്റെ ഭാര്യ മരിച്ചെന്ന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അലിയാരി തങ്ങൾ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ഫാത്തിമ ബീവിയോട് സലാം പറഞ്ഞു. ഫാത്തിമ ബീവി സലാം അടക്കാതെ വന്നപ്പോ അലിയാരി തങ്ങൾ ചോദിക്കുകയാ, എന്നോട് പിണങ്ങിയോ ഫാത്തിമ? മരിച്ചുപോയ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ഒരു ഭർത്താവ് ചോദിക്ക, എന്നോട് പിണക്കമാണോ? എന്തേ നീ എന്റെ സലാം അടക്കാത്തത്? എന്റെ ഫാത്തിമ എന്റെ സലാം അടക്കാത്തത്? മടക്ക് ഫാത്തിമ. കിടപ്പറയിൽ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പിണക്കം മാറ്റുന്നത് പോലെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തിമ? ഒന്ന് സലാം അടക്കു ഫാത്തിമ, എന്നെ നീ മറന്നുപോയോ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സലാം അടക്കാതെ വന്നപ്പോ അലിയാരി തങ്ങളെ ഖബറിനോട് പറയുന്നു, ഖബറേ എന്റെ ഫാത്തിമയോട് എന്നോട് പിണങ്ങരുതെന്ന് പറ, എന്റെ ഫാത്തിമയോട് സലാം അടക്കാൻ പറ. എന്റെ ഫാത്തിമയുടെ പുതിയ വീട് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയുടെ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആരാണ് എന്റെ ഫാത്തിമയെന്നറിയുമോ? വിവാഹം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞു മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായിട്ട് കിട്ടിയ അലിയാരി തങ്ങള് കിടപ്പറയിലേക്ക് കടന്നു ചെന്നു. ഫാത്തിമ ബീബി മണിയറയ്ക്കകത്ത് കയറി. അലിയാരി തങ്ങൾ വീടിന്റെ കവാടമടച്ചു. വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കണച്ച് കളയുകയാണ്. വിളക്കണക്കല് സുന്നത്താ. ഫാത്തിമ ബീബിയുടെ മണിയറയിലെ വിളക്കണച്ച് കളയുമ്പോ അലിയാരി തങ്ങൾ നോക്കുമ്പോ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഒരു തേങ്ങല് കേൾക്കുകയാണ്. ആരോ ഇരുന്ന് കരയുകയാണ്. അലിയാരി തങ്ങൾ നോക്കുമ്പോ കരയുന്നത് മണവാട്ടിയാ. അലിയാരി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എനിക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണോ? എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അലിയാരി തങ്ങള് ഈ മദീനത്ത് ഏതെങ്കിലും ഒരു പെണ്ണങ്ങ ഇഷ്ടപ്പെടാത്ത പെണ്ണുണ്ടോ? അതിനല്ല ഞാൻ കരയുന്നത്. പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അലിയാരി തങ്ങൾ പറയുകയാണ്, ഇന്ന് നമ്മുടെ അതിരാത്രിയാണ്, ഇന്ന് നമ്മുടെ മണിയറയാണ്. എന്തിനാണ് നീ പാതിരാത്രി ഇരുന്ന് മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത്? ആ സമയത്ത് ഫാത്തിമ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, എനിക്ക് ഓർമ്മ വന്നത് ഖബറാണ്. ഈ മണിയറയല്ല അലിയേ, ഇവിടെയല്ല മണിയറ. ഈ പെണ്ണിനോടും ഭർത്താവിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിവാഹത്തിന്റെ ആദിരാത്രി ഇന്നല്ല മണിയറ എവിടെയെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പുതുമണവാളനോട് ഒരു പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. പിന്നെ എവിടെയാണ് ഒരുക്കേണ്ടതെന്നറിയുമോ? അത് മരണപ്പെട്ട് 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ ഒരു കുടിക്കകത്ത് കുടിച്ചിടുമ്പോ അതിന്റെ 1ാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് മണവാളനെ പോലെ കിടക്കേണ്ടത്. അതാ വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, ഖബറിന്റെ അദാബുകളെ കുറിച്ച്, അതിനകത്തെ പാമ്പുകളും തേളുകളെയും കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിൽ കിടന്നു വന്ന ഭർത്താവിനോട്